മമ്പറം തങ്ങൾ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് ദമ്പതികൾക്ക് മക്കളില്ലാത്തപ്പോൾ അവരും പോയി സങ്കടം പറഞ്ഞത് മമ്പറം തങ്ങളോട് തന്നെയാണ്. രോഗം കൊണ്ട് വിഷമിക്കുന്ന സ്നേഹിതൻ അവരും പോയിട്ട് പറഞ്ഞത് മമ്പറം തങ്ങളോടാണ്. മമ്പറം തങ്ങൾ തിരുഹദറത്തിൽ എത്തിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജാതിയും മതവും നോക്കാതെ, വർഗവും വർണ്ണവും നോക്കാതെ തങ്ങൾ അവരുടെ ഹൃദയം തുറന്നു, പ്രാർത്ഥിച്ചു, അവര് ചികിത്സിച്ചു, അവര് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചോദിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വിശാലമായ മനസ്കതയിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തുറന്ന ഹൃദയത്തിൽ ആത്മീയ ഉപദേശം നൽകിയപ്പോൾ സുബ്ഹാനല്ലാഹ് 12,000-ഓ 20,000-ഓ വരുന്ന മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശാല മനസ്കതയും അവിടുത്തെ നസീഹത്തും കേട്ടുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. 12,000-ഓ 20,000-ഓ വരുന്ന ആളുകൾ ബഹുമാനപ്പെട്ടവർ മുഖേന ഇസ്ലാം മതം സ്വീകരിക്കുന്ന രംഗം വന്നപ്പോൾ അപ്പോഴാണ് നാട്ടുകാർ അബ്ദുൽ ഖാദർ എന്ന മഹാന് മുഹീദ്ദീൻ എന്ന സ്ഥാനപ്പേര് നൽകിയത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മമ്പറം തങ്ങളും മുഹീദ്ദീൻ ശൈഖ് തങ്ങളും അതുപോലെ തന്നെ അജ്മീർ ഖാജ തങ്ങളും അവരൊക്കെ നമുക്ക് കാണിച്ചെന്നപ്പോൾ അജ്മീർ ഖാജ തങ്ങളുടെ സ്ഥാനപ്പേര് തന്നെ എന്താണ്? ഗരീബ് നവാസ്, പാവങ്ങളുടെ സഹായി എന്നാണ്. ഗരീബ് നവാസ്, പാവങ്ങളുടെ സഹായി എന്നാണ്. ആരാണ് പാവങ്ങൾ? നമ്മുടെ നാട്ടിലെ മുഴുവൻ ജീവജാലങ്ങളും, മുഴുവൻ മനുഷ്യരും. ഗരീബ് നവാസ്, ആ ഖാജ തങ്ങളുടെ ഒക്കെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അവര് കാണിച്ചു തന്ന അതേ മാതൃകയിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ആദരവും വാത്സല്യവും, അതിൽ സാമ്പത്തികമായ പരിഗണന നോക്കാതെ, അതിൽ മറ്റുള്ള മാനദണ്ഡങ്ങൾ നോക്കാതെ എല്ലാവരെയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് കൈകോർത്തു നിർത്താൻ മഹാന്മാരായ ഔലിയാക്കളുടെ ആ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ ഇന്ന് ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവ്, ഒരു പണ്ഡിതൻ, ഒരു മഹാനാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ആ ഒരു വിശാല മനസ്സ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യ രാജ്യം ലോക രാഷ്ട്രങ്ങളുമായി സൗഹൃദം പങ്കുവെക്കുന്നുണ്ട്. ആ രാജ്യത്തിന്റെ സ്നേഹം ഇങ്ങോട്ടും നമ്മുടെ സൗഹൃദം അങ്ങോട്ടും. ലോകരാഷ്ട്രങ്ങളിൽ ഒരു രാജ്യത്തിനും പ്രത്യേകിച്ച് നമ്മളോട് ഒരു വെറുപ്പും വിദ്വേഷവും നിലനിൽക്കുന്നില്ല. ലോക മാപ്പിൽ വലിയ രാജ്യമായ നാം എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദം പങ്കുവെക്കുക. ആ രാജ്യങ്ങളിലൊക്കെ നമുക്ക് അംബാസഡർമാരോ അതുപോലെ തന്നെ ഹൈക്കമ്മീഷണർമാരോ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ലോക രാഷ്ട്രങ്ങളിലേക്ക് മുഴുവനും ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും ഐക്യവും സന്തോഷവും, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഇന്ത്യ രാജ്യത്ത് വളരെ സുരക്ഷിതരാണ് എന്ന സന്ദേശവും എത്തിക്കുന്ന, എല്ലാ രാഷ്ട്രങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു അംബാസഡറാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. നിങ്ങൾ കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിന്റെ പൊതുവേദി ഒന്ന് മനസ്സിൽ കാണൂ. കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിന്റെ പൊതുവേദിയിൽ 10,000-കണക്കിന് ആളുകൾ സദസ്സിലിരിക്കുമ്പോൾ സ്റ്റേജിലേക്ക് നിങ്ങൾ നോക്കിയില്ലേ? 20 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സ്റ്റേജിലുള്ളത്. 20 രാഷ്ട്രം. അതിൽ 8 രാഷ്ട്രങ്ങളിൽ നിന്ന് അംബാസഡർമാരാണ് ഇരിക്കുന്നത്. 1-2 രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ഔക്കാഫിന്റെ പ്രധാനികളാണ് ഇരിക്കുന്നത്. മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ശരിയത്ത് കോടതി ജഡ്ജിമാരാണ് ഇരിക്കുന്നത്. മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് വലിയ വലിയ പണ്ഡിതന്മാരാണ് ഇരിക്കുന്നത്. അങ്ങനെ വ്യവസായ പ്രമുഖരും പണ്ഡിതരും ആ ഓരോ രാഷ്ട്രത്തിന്റെയും താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പ്രധാനികളും അവരെല്ലാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നു. നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു. കേരളത്തിലെ അമ്പലങ്ങൾ, പള്ളികൾ, ആരാധ്യരെ, കനീസകൾ എന്ന് യേശുദാസ് പാടിയല്ലോ. അമ്പലങ്ങളും പള്ളികളും കനീസകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന രാജ്യത്ത് കണ്ടോ, മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളും മറ്റു മതക്കാരും തമ്മിൽ പ്രശ്നങ്ങളില്ല.
ഇവിടെ ഇതാ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ യാത്ര ചെയ്ത് നോക്കിയാൽ സൗദി അറേബ്യയിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ തോന്നും. അത്രയും പള്ളി മിനാരങ്ങൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ സ്നേഹ സമ്മിശ്രമായ സൗഹാർദ്ദ ജീവിതത്തെ ലോക രാഷ്ട്ര നേതാക്കൾക്ക് കാണിച്ചു കൊടുക്കുക വഴി നമ്മുടെ രാജ്യവും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പങ്ക് പ്രധാനമന്ത്രിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പ്രസിഡന്റുമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ചീഫ് മിനിസ്റ്റർമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇവിടുത്തെ ഗവർണർമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജീവ് ഗാന്ധി മുതൽക്ക് ഇങ്ങോട്ട് എല്ലാ പ്രധാനമന്ത്രിമാരും, എല്ലാ പ്രസിഡന്റുമാരും, എല്ലാ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും കാന്തപുരം ഉസ്താദിന് ഒരു റെസ്പെക്ട് നൽകുന്നത്. ഇദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതോടൊപ്പം രാഷ്ട്രത്തിന്റെ സുരക്ഷയെക്കുറിച്ച് മറ്റു രാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മഹോന്നത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നവർ ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിന് എന്തുകൊണ്ട് അത് സാധിക്കുന്നു? ആ മനസ്സ് അത് അജ്മീർ ഖാജ തങ്ങളെ പിൻപറ്റിയത് കൊണ്ട്, ബഹുമാനപ്പെട്ട നാഗൂർ ഷരീഫിലെ മഹാനെ പിൻപറ്റിയത് കൊണ്ട്, മമ്പുറം തങ്ങളെ പിൻപറ്റിയത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളെ പിൻപറ്റിയത് കൊണ്ട്. ആ മഹാന്മാരുടെ തിരുഹദറത്തിലേക്ക് നോക്ക് നിങ്ങൾ. ജാതി മതമില്ലാതെ എല്ലാവരും ഒഴുകുക. ആ ഒഴുക്ക് എന്തുകൊണ്ട്? അവരെ ജീവിതകാലത്ത് നൽകിയിരിക്കുന്ന സന്ദേശത്തിന്റെ പിന്തുടർച്ചയാണ്. ഇവിടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇന്ന് നമ്മുടെ മുസ്ലിംകൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ നിറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് പലരും അവിവേകം കാണിക്കുക. ഇപ്പൊ നിങ്ങൾ പല വിഷയത്തിനും കാണാൻ സാധിക്കും. അത് രാജ്യത്തിന്റെ തന്നെ പൊതുവെ ഒരവസ്ഥയാണ് അല്ലേ? അതിലാണ് മറ്റേ ആള് പോണല്ലേ. അന്തരില്ല. നാം പരസ്പരം കലഹിക്കുന്ന അവസ്ഥ വന്നു ധാരാളമായി. അപ്പൊ സ്വാഭാവികമായും മറ്റുള്ള ആളുകൾ മുസ്ലിംകൾ ഒരു കുഴപ്പക്കാരാണ് എന്ന് വിധി എഴുതാൻ തുടങ്ങി. സ്നേഹവും സൗഹാർദ്ദവും കാണിച്ചു തന്നുകൊണ്ട് മറ്റെല്ലാ മതക്കാരെയും കൈകോർത്ത് നിർത്തിയ നമ്മളെ ആത്മീയ ഗുരുക്കളുടെ പിന്തുടർച്ചക്കാരായ നാം കലഹത്തിനും കുഴപ്പത്തിനും തുടങ്ങിയപ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ ഇസ്സത്തുകളും അസ്തമിക്കുകയാണ്. നാം ഈ കാലഘട്ടത്തെ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട്, വിശ്വാസത്തിൽ നമ്മെ പിഴപ്പിക്കുന്ന വിഭാഗം വർദ്ധിച്ചു വരികയാണ്. കർമ്മങ്ങളിൽ നമ്മെ പിഴപ്പിക്കുന്ന വിഭാഗം വർദ്ധിച്ചു വരികയാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ, രാവിലെ മുസ്ലിമായിരിക്കുന്ന മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകും. വൈകുന്നേരം മുസ്ലിമായവൻ നേരം പുലർച്ചയ്ക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാണ്. നോക്ക് നിങ്ങൾ, സദാചാര പോലീസും ദുരാചാര പോലീസും എന്തൊക്കെയാണ് രാജ്യത്ത് നടക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ഒരു പത്രം വായിച്ചപ്പോൾ അതിലൊരു വാർത്ത. എന്താണ് വാർത്ത? ലണ്ടനിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ. അപ്പൊ ആ സ്ത്രീയുടെ കൂടെയുള്ള ചെറിയ കുട്ടിയുണ്ട്, അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന കുട്ടി. കുട്ടിക്ക് വിശന്നപ്പോ കുട്ടി കരഞ്ഞു. ഉമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഉമ്മ എന്ത് ചെയ്തു? ആ കുട്ടിക്ക് മുല കൊടുത്തു. അപ്പൊ തുറന്ന് ആളുകളൊക്കെ ഇരുന്ന സ്ഥലത്ത് ആ സ്ത്രീ ഇങ്ങനെ ആ കുട്ടിക്ക് പരസ്യമായി മുല കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ ഹോട്ടലിലെ സപ്ലൈക്കാരൻ പറഞ്ഞു, ഒരു മുണ്ട് കൊണ്ട് ഒന്ന് മറച്ചു കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അത് ആ സ്ത്രീക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൾ പ്രതിഷേധിച്ചു. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ സംഘടനയുടെ സ്ത്രീകൾക്കൊക്കെ വിളിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മണിക്കൂർ ആയപ്പോഴേക്കും 40 സ്ത്രീകൾ കുട്ടികളെയും എടുത്ത് ഹോട്ടലിന്റെ മുമ്പിൽ. അങ്ങനെ 40 സ്ത്രീകൾ ഹോട്ടലിന്റെ മുമ്പിൽ വന്നിട്ട് കുട്ടികളെ എടുത്തിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് മുല കൊടുക്കുക.
ഇതാണ് കാലഘട്ടം. കോളേജ് കുട്ടികൾ കുന്തിപ്പുഴയിൽ ഇറങ്ങിയിട്ട് ആണും പെണ്ണും ഒന്നിച്ച് വസ്ത്രമില്ലാതെ കുളിച്ചപ്പോൾ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുന്തിപ്പുഴയുടെ തീരത്ത് ആണും പെണ്ണും ഒന്നായി കുളിച്ചാൽ നിങ്ങൾക്ക് എന്താ നാട്ടുകാരെ എന്ന് ചോദിച്ചു. അപ്പോ ഓരോ ഒരു കൂട്ടായ്മ, ഇവിടെ മുലയോട്ടുന്നവരുടെ ഒരു കൂട്ടായ്മ, ഇപ്പൊ 2 ആഴ്ചയായിട്ട് നമ്മുടെ നാട്ടിൽ ചുംബനക്കാരുടെ ഒരു കൂട്ടായ്മ. ചുംബനം കാണാൻ കൊച്ചിക്ക് പോണം, അപ്പോൾ ഈ കരിപ്പൂര് വന്നാ പോരെ. ഇങ്ങോട്ട് വരുന്നവരെയും ചുംബിക്കണം, അങ്ങോട്ട് പോണവരെയും ചുംബിക്കണം. സ്നേഹത്തിന്റെ ചുംബനം അവിടെ കാണാം, വേദനയുടെ ചുംബനം അവിടെ കാണാം. അതിനിപ്പോ കൊച്ചിക്കൊന്നും പോകേണ്ടതില്ല അല്ലേ? കരിപ്പൂര് വിമാനത്താവളത്തിൽ പോയി നിങ്ങൾ എത്ര ആളാണ് ഉമ്മാര് മക്കളി, മക്കളുമ്മാരി, ആങ്ങളെ പങ്ങളി, ആങ്ങളി. ഇനിയിപ്പോ അത് കാണാനായിട്ട് കുറച്ച് വേറെ കൊച്ചി കയറ്റം പോകേണ്ടതുണ്ടോ, കോഴിക്കോട്ട് കയറ്റം പോകേണ്ടതുണ്ടോ? ചുംബന സമരം, അതിന്റെ കൂട്ടായ്മ. ഇനി നാളെ വേറൊരു കൂട്ടർ പുറപ്പെടാണ്, മറക്കിരിക്കലും മൂത്രമൊഴിക്കലും ഒക്കെ പരസ്യമായിട്ട് കാണാൻ കുറച്ച് ആൾക്കാർ നിങ്ങൾ പോവുകയും ചെയ്തു. അതിന്റെ ഒരു കൂട്ടായ്മ. ഏതിനാ കൂട്ടായ്മ അല്ലാത്ത? എല്ലാ സംഗതിക്കും കൂട്ടായ്മ. ഈ കൂട്ടായ്മക്കൊക്കെ എന്താണുള്ളത്? നിങ്ങൾ വിചാരിച്ചോ? ഇതൊക്കെ പുതിയ തലമുറക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇത് നമ്മൾ നോക്കണ്ടേ? ഇതൊക്കെ ഇങ്ങനെ ഒരു കൊടുങ്കാറ്റായിട്ട് പോവുക മാത്രമല്ല ചെയ്യണത്. പണ്ട് കേരളക്കാരി ഒരു പെണ്ണിനെ ചൈനക്കാരനൊരു ചങ്ങായി കല്യാണം കഴിച്ചു. ചൈനക്കാരൻ കല്യാണം കഴിച്ച് ഇവക്ക് ഗർഭമായി, പ്രസവിച്ചു. 3 മാസം കഴിഞ്ഞപ്പോ കുട്ടി മരിച്ചു. അപ്പൊ ഈ പെണ്ണ് നിർത്താതെ കരന്നെ, എനിക്കിത് ആദ്യം അറിയാ, എനിക്കിത് പണ്ടേ അറിയാ എന്ന് പറഞ്ഞാണ് കരന്നെ. അപ്പൊ എന്താ എനിക്ക് പണ്ടേ അറിയുന്ന വെച്ചു, ഇത് ചൈനന്റെ സാധനല്ലേ, മെയ്ഡ് ഇൻ ചൈനക്ക് ഇത്തിരി ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. അപ്പോ അതിന് സനതുണ്ടോന്ന് ചോദിച്ചാൽ നിൽക്കണ്ട, അതിൽ ഉമ്മാമാന്റെ അരീസ് നിങ്ങളിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കണം അതിന് പറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പൊ അതിന് അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞപ്പളെ ഇത് മെയ്ഡ് ഇൻ ചൈന ആയിട്ടാണ് പോകുകയല്ല. പിന്നെയോ സുബ്ഹാനല്ലാഹ്, ചുംബന മത്സരത്തിന് വന്ന ആളുകളെ പോലീസ് പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോകുമ്പോ അതിന്ന് ഒരു ചുംബിക്കുക. എന്നിട്ട് അത് നമ്മളെ ചാനലുകാരിങ്ങനെ കാണിക്കുക. ഈ ചാനൽ എന്നിട്ട് ആര് കാണുകയാണ്? നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികളും മാതാപിതാക്കളും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ കാണുകയാണ്. എന്താണിത് നൽകുന്ന സന്ദേശം? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളെ പത്രങ്ങളിൽ ഇതിന്റെ ഫോട്ടോ വരികയാണ്, നമ്മുടെ ചാനലുകൾ ഇത് ലൈവായിട്ട് കാണിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ എല്ലാവിധ അതിർവരമ്പുകളും വിട്ടുകൊണ്ട് പോകുന്ന ഈ ചുറ്റുപാടിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉമറാക്കളെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉലമാക്കളെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകരെ, നമുക്ക് ചിലതെല്ലാം ഇവിടെ ചില ധർമ്മങ്ങൾ നിർവഹിക്കാനില്ലേ? നമ്മുടെ കൂട്ടായ്മക്ക് ഇവിടെ ചില വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനില്ലേ? നമുക്ക് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ചില കടമകൾ നിർവഹിക്കാനില്ലേ? ആ കടമ നിർവഹിക്കാൻ എന്റെ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. നാം ഇവിടെ ഒരു സദാചാര പോലീസ് കളിച്ച് നിയമം കയ്യിലെടുക്കാനല്ല മുന്നോട്ട് വരേണ്ടത്. നാം ഒരു ദുരാചാര പോലീസിനൊപ്പം കൂടി നിയമം ലംഘിച്ച് അതിർവരമ്പുകൾക്കല്ല ലംഘിക്കാനല്ല പോകേണ്ടത്. നമ്മുടെ പൂർവികരായ മഹാന്മാർ മുസ്ലിമീങ്ങൾക്ക് ഒരു ജീവിത ചിട്ട വെച്ചിട്ടുണ്ട്. ആ ജീവിത ചിട്ടയിൽ നിന്ന് നമ്മുടെ സമൂഹം ബഹുദൂരം സഞ്ചരിക്കാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പള്ളികൾ നിറഞ്ഞു നിന്നിട്ട്, നമ്മുടെ മദ്രസകൾ നിറഞ്ഞു നിന്നിട്ട്, മലപ്പുറം ജില്ല പറയാ ഇവിടെ പള്ളികൾക്ക് കുറവുണ്ടോ, മദ്രസകൾക്ക് കുറവുണ്ടോ? ഇതൊക്കെ ഉണ്ടായിട്ടും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ മദ്യപാനികളാകുന്നു. കുടുംബ കോടതികളിൽ പോയി നോക്കിയാൽ മലപ്പുറം ജില്ലയിലെ കുടുംബ കോടതിയിൽ വരുന്ന മിക്ക കേസുകളും മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടേതല്ലേ? ഇത്രയധികം പള്ളികളും മദ്രസകളും ഒക്കെ ഉണ്ടായിട്ട് എന്തേ ഇങ്ങനെ? മദ്യപാനത്തിന്റെ പട്ടിക ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ മുസ്ലിങ്ങൾ കുറവാണോ? എന്തേ ഇത്രയധികം പള്ളികളും മദ്രസകളും ഉണ്ടായിട്ട് ഇങ്ങനെ? ഇവിടെയാണ് ഞാൻ എന്റെ സുന്നി യുവജന സംഘത്തിന്റെ SSFന്റെ ഒക്കെ കൂട്ടുകാരോട്, ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഉസ്താദുമാരോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്.
നമ്മൾ വീട് വീടാന്തരം കേറിയിറങ്ങി ഓ മാന്യ മഹാജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. പടച്ചവനെ രാപ്പകലില്ലാതെ ഞാൻ ജനങ്ങളെ വീട് കയറി ഇറങ്ങിയിട്ട് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു, അവർ സ്വീകരിച്ചിട്ടില്ല. റബ്ബി ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറാ. പടച്ചവനെ ഞാൻ അവരെ വ്യക്തിപരമായി സമീപിച്ചു, ഞാൻ അവരെ കുടുംബപരമായി സമീപിച്ചു, ഞാൻ അവരെ പരസ്യമായി സമീപിച്ചു. പക്ഷേ എന്റെ ദഅവത്ത് അവർ സ്വീകരിച്ചില്ല. ഞാൻ എന്റെ കടമ നിർവഹിച്ചിട്ടുണ്ട് റബ്ബേ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, എന്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഓ സുന്നി ജനസംഘത്തിന്റെയും SHFന്റെയും ഒക്കെ കൂട്ടുകാരെ, ആര് നന്നായോ നന്നായില്ലേ എന്ന് വിലയിരുത്തലല്ല, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോ ചെയ്തില്ലേ. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഈ കാണുന്ന പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും പ്രതിസന്ധികളും കോലാഹലങ്ങളും യുദ്ധാന്തരീക്ഷം വരെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സമസ്ത എന്ന പണ്ഡിത സഭ, ആ പണ്ഡിത സഭയിലെ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നാം അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശമായി വേറിട്ട് നിന്നപ്പോൾ ഇപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പർവ്വതം, അപ്പുറത്ത് സമസ്ത എന്ന പർവ്വതം, ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഒരു ചെറിയ പൂച്ചെടിയായി AP വിഭാഗം നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് രണ്ടും നമ്മൾ ഞെരിച്ചു. അത് രണ്ടും കൂടി ചേർന്ന് നമ്മൾ കൊല്ലാൻ ശ്രമിച്ചതിന് കണക്കില്ല. പക്ഷേ ആ ചെടി അത് വളർന്നു, അതൊരു തടിമരമായി, അതിൽ കായ്ക്കനികളായി, അത് പൂത്തുലഞ്ഞു, അത് വളരെ ഉയരത്തിലേക്ക് വളർന്നു. ആ രണ്ട് പർവ്വതങ്ങൾക്കും അത് തണലിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങളില്ലേ, ആ രണ്ട് പർവ്വതങ്ങൾക്കും അതിങ്ങനെ തണലിട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് AP വിഭാഗം എന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രസ്ഥാനം ഇവിടെ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ആ പന്തലിച്ച് നിൽക്കുന്ന ആ അവസ്ഥ ഇന്ന് എവിടെ എത്തിയെന്ന് വെച്ചാൽ 37ാം വാർഷികം ആഘോഷിക്കുന്ന മർക്കസിൽ 70,000 കുട്ടികൾ പഠനം പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നല്ല. പിന്നെ MESകാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനം ഉണ്ടായി, നമ്മൾ ചെറുതായി കാണിക്കുന്നില്ല. പക്ഷെ അതെന്താണ്? ഡോക്ടറുടെ കുട്ടി ഡോക്ടർ ആവുക, എഞ്ചിനീയറുടെ കുട്ടി എഞ്ചിനീയർ ആവുക, അഡ്വക്കേറ്റിന്റെ കുട്ടി അഡ്വക്കേറ്റ് ആവുക. ആ വിദ്യാഭ്യാസമാണ് അവരൊക്കെ കൊടുത്തത്. പട്ടിണി കിടക്കുന്ന കുടുംബത്തിലെ കുട്ടി ഡോക്ടർ ആകുക, അതാണ് കാന്തപുരം ഉസ്താദ് കൊടുത്ത വിദ്യാഭ്യാസം. അനാഥ കുടുംബത്തിലെ ബാലനെ എഞ്ചിനീയർ ആക്കുക, അതാണ് കാന്തപുരം ഉസ്താദ് കൊടുത്ത വിദ്യാഭ്യാസം. ഉസ്താദ് ഉണ്ടാക്കിയിരിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഡോക്ടർ ഉണ്ടാവട്ടെ, പട്ടിണി കിടക്കുന്ന കുടുംബത്തിൽ നിന്ന് എഞ്ചിനീയർ ഉണ്ടാവട്ടെ, അനാഥ മക്കളിൽ നിന്ന് അഡ്വക്കേറ്റ് ഉണ്ടാവട്ടെ. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സിവിൽ സർവീസിൽ മുസ്ലിംകളുടെ പ്രാതിനിധ്യം കുറഞ്ഞു വരുമ്പോൾ ഇന്ത്യയുടെ കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലും എന്ന് വേണ്ട ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളിൽ പങ്കാളിത്തം വഹിക്കേണ്ട സിവിൽ സർവീസുകളിൽ മുസ്ലിംകളിലെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ ഉണ്ടാവട്ടെ. ആ വിദ്യാഭ്യാസ വിപ്ലവമാണ് ഉസ്താദ് അവർകൾ നടപ്പാക്കിയത്. അതുകൊണ്ടാണ് മർക്കസ് തുടങ്ങിയത് ഒരു വലിയ ഫീസ് വാങ്ങിയിട്ടുള്ള സ്ഥാപനമായിട്ടല്ല. മർക്കസ് തുടങ്ങിയത് യതീം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണ്. ആ യതീം കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് ഉസ്താദ് എവിടെ എത്തി? അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ്, ചോര പൈതൽ, വാപ്പ മരണപ്പെട്ടു. അത്തരം കുട്ടികളെ ആട്ടുതൊട്ടിലിൽ നിന്ന് ഉസ്താദ് ദത്തെടുത്തിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പോറ്റാൻ തുടങ്ങി. ആ കുട്ടിക്ക് KG ക്ലാസ് മുതൽ PG വരെ വിദ്യാഭ്യാസം കൊടുത്തു. മതത്തിലും ഭൗതികത്തിലും, മതവിദ്യാഭ്യാസത്തിനും കൊടുത്തു, ഭൗതിക വിദ്യാഭ്യാസത്തിനും കൊടുത്തു. 70,000 കുട്ടികൾ പഠനം പൂർത്തിയാക്കിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ 2000-ത്തിലധികം കുട്ടികൾ അത് കേരളത്തിന്റെ പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്. അന്യ സംസ്ഥാന കുട്ടികളെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ
അതിനെതിരെ മനുഷ്യക്കടത്താണ് എന്നൊരു കൂട്ടർ, അത് വേറെ പല സംഗതിയാണെന്ന് വേറൊരു കൂട്ടർ, തീവ്രവാദം പഠിപ്പിക്കാണെന്ന് വേറൊരു കൂട്ടർ. ഇതെല്ലാ കോലാഹലങ്ങളും നടക്കുമ്പോഴും മർക്കസിൽ 1300 കുട്ടികൾ, അന്യ സംസ്ഥാനത്തുള്ള കുട്ടികൾ അപ്പോഴും പഠിക്കുകയാണ്. പിന്നെ എന്തേ ഈ പ്രശ്നം അവർക്ക് ബാക്കിയുള്ളവർക്ക് ഉണ്ടായത്? സുബ്ഹാനല്ലാഹ്, കാരുണ്യത്തിന്റെ കരളുരുകുന്ന പ്രവർത്തനങ്ങളുമായി ഉസ്താദ് കാശ്മീരിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് മർക്കസിൽ ചേർത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, മനുഷ്യത്വത്തിന്റെയും മാന്യതയുടെയും എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ചില പ്രസംഗകരും പത്രങ്ങളും ഒക്കെ കാശ്മീരിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ട് തീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന് പരിഹസിച്ചു, എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ആ ആളുകൾക്ക് അവരുടെ സ്ഥാപനത്തിൽ പിന്നെ കുട്ടികൾ ഇല്ലാതായി. അന്യ സംസ്ഥാനങ്ങൾക്ക് കുട്ടികളെ തേടിപ്പോയി. കുട്ടികളെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് പാലക്കാട്ട് എത്തിയപ്പോഴേക്ക് തന്നെ അത് പ്രശ്നമായി, കുഴപ്പമായി, കലഹമായി. പിന്നെന്താ, ഇപ്പത്തെ പടച്ചോ പാടത്ത് പണിയെടുത്തിന് വരുമ്പത്ത് ഊരി കൊടുക്കും, അതന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. പേര് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ അത് സംബന്ധമായിട്ടൊരു വിശദീകരണത്തിന് ഉദ്ദേശിക്കുന്നുമില്ല. അത് നമ്മുടെ ആ വാരാന്ത്യത്തിൽ പറയുന്ന അയാളെ പേരെന്തേ, അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞില്ലേ, കാന്തപുരം ഉസ്താദ് ഇത്രയൊക്കെ സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. ചേളാരിക്കും കഷണ്ടിക്കും മരുന്നില്ല. അത് പറഞ്ഞ് നമുക്കും ആ വിഷയം വിടാം, നമുക്ക് കാര്യമുള്ളതിലേക്ക് പോകാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ കാന്തപുരം ഉസ്താദ് അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന 2000 കുട്ടികൾ ഇവിടെ പഠനം പൂർത്തിയാക്കി പോയി. ആ കുട്ടികൾ പഠനം പൂർത്തിയാക്കി പോയിട്ട് കാശ്മീരിൽ അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് സ്ഥാപനം തുടങ്ങി, ഗുജറാത്തിൽ അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് സ്ഥാപനം തുടങ്ങി. ഇപ്പൊ കർണാടക യാത്ര കഴിഞ്ഞില്ലേ, ഗുൽബർഗ് ഷെരീഫിൽ നിന്ന് ഉസ്താദ് യാത്ര തുടങ്ങിയിട്ട് മംഗലാപുരത്ത് എത്തുമ്പോൾ 20 ഡിസ്ട്രിക്റ്റുകളിലായി 3000 കിലോമീറ്റർ യാത്ര ചെയ്തു. കർണാടകത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒട്ടേറെ മഹൽ വ്യക്തികൾ അതിന് സംബന്ധിച്ചു. സമാപന ചടങ്ങ് മംഗലാപുരത്ത് നടക്കുമ്പോൾ കർണാടക മന്ത്രിസഭയുടെ ഏകദേശം 10ഓളം വരുന്ന മന്ത്രിമാർ, ചീഫ് ഗസ്റ്റ് ആരായിരുന്നു? അവിടുത്തെ ചീഫ് മിനിസ്റ്ററായിരുന്നു മുഖ്യമന്ത്രി. 1.5 മണിക്കൂറാണ് ഉസ്താദിന്റെ വേദിയിൽ മുഖ്യമന്ത്രി ഇരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയപ്പോൾ മഴ പെയ്തു. മുഖ്യമന്ത്രി ചോദിച്ചു, ഞാൻ പ്രസംഗം നിർത്തണോ? സഭ ഒന്നായിട്ട് പറഞ്ഞു, കണ്ടിന്യൂസ്. ഒന്നായിട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ 40 മിനിറ്റ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അച്ചടക്കം എന്നെ അത്ഭുതപ്പെടുത്തുന്നു, നിങ്ങളുടെ അച്ചടക്കം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കർണാടകയിലെ ഏറ്റവും വലിയ ഹൈന്ദവ ആചാര്യനായ സ്വാമിജി ആ സദസ്സിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ അച്ചടക്കവും അത് ഇന്ത്യ രാജ്യത്തിന് മാതൃക തന്നെ, എന്നെ അത് അത്ഭുതപ്പെടുത്തി. കണ്ട നിങ്ങൾ, കർണാടകത്തിന് മുഖ്യമന്ത്രി പറഞ്ഞു, കാന്തപുരം ഉസ്താദ് എന്റെ കയ്യിൽ തന്നിരിക്കുന്ന നിവേദനം ഞാൻ വായിച്ചു നോക്കുമ്പോൾ അത് എന്റെ സംസ്ഥാനത്തിന്റെ വികസനത്തിനുള്ള ഒരു ഫോർമുലയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ സംസ്ഥാനത്തിന്റെ വികസനത്തിനുള്ള ഒരു ഫോർമുലയായിട്ടാണ് ഞാൻ കാണുന്നത്. കർണാടകത്തിന്റെ എയർപോർട്ടിന്റെ വികസനം, റെയിൽവേയുടെ വികസനം, മെഡിസിൻ രംഗത്തെ വികസനം, വിദ്യാഭ്യാസ രംഗത്തെ വികസനം, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണതിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളായ മുസ്ലിംകൾ മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും ഉപകാരപ്രദമായ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് പോയാൽ നമ്മുടെ സമൂഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കും. അതിന് നമുക്ക് വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിലും, നമുക്ക് ഏത് മുന്നേറ്റ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കണമെങ്കിലും നാം നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തിലും ആദർശത്തിലും നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ദീന്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനാണ് നമ്മൾ പള്ളികൾ സ്ഥാപിക്കുന്നത്.
അതിനാണ് നമ്മൾ ആരാധനാലയങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. നമുക്ക് മത്സരിക്കാനുള്ളതല്ല, നമുക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച അവസാന കാലഘട്ടം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സുന്നി വചന സംഘത്തിന്റെ പ്രവർത്തകരെ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ 60ാം വാർഷികത്തിന്റെ ചടുലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സമർപ്പിത യൗവനം, സാർത്ഥക മുന്നേറ്റം, ഈ മുദ്രാവാക്യവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 60ാം വാർഷികത്തിൽ നാം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണ്? കേരളത്തിലെ 60 ഹോസ്പിറ്റൽ വാർഡുകൾ അത് ശുദ്ധീകരിച്ച് സംസ്കരിച്ച് അതിന്റെ നവീകരണം നടത്തി കൊടുക്കാൻ നമ്മളിപ്പോൾ പ്രവർത്തനം നടക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുതൽ നമ്മളെ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് അടക്കം എല്ലാ സ്ഥലത്തും നമ്മളെ സാന്ത്വനം വോളണ്ടിയേഴ്സ് സേവന രംഗത്തുണ്ട്. 60ാം വാർഷികത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേവനം നമുക്കറിയാം, ക്യാൻസർ രോഗം വർദ്ധിച്ചു വരികയാണ്. ആര് തടഞ്ഞു നിർത്തിയാലും നിർത്താത്ത വിധം ക്യാൻസർ വർദ്ധിക്കുകയാണ്. ഒരു പക്ഷേ ഹറാമായ ഭക്ഷണം നമ്മുടെ രാജ്യത്ത് പെരുകിയത് കൊണ്ടാവാം ക്യാൻസർ ഇത്ര കൂടെ പെരുകി വരുന്നത്. നമുക്ക് ആത്മീയ ഗുരുക്കളുടെ കിതാബുകൾ നോക്കിയാൽ അങ്ങനെ മനസ്സിലാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവണം. ഹറാമായ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കേട്ടുകേൾവിയില്ലാത്ത രോഗം വരും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ നോക്ക്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹലാലും ഹറാമും ഏതാണ് കൂടുതലുള്ളത്? ഒരു പക്ഷേ ഒരാളുടെ കയ്യിലുള്ള പണം അത് അവന്റെ വിശ്വാസത്തിൽ ഹലാലായിരിക്കാം, പക്ഷെ അത് ഹറാമിൽ അവിടെ തട്ടി ഇവിടെ തട്ടി ഇവിടെ മുട്ടി ഹറാമിലൂടെ കയറി ഇറങ്ങിയിട്ടേ അത് കയ്യിലേക്ക് വരുന്നുള്ളൂ. ഇന്നാൾ ആരോ പറഞ്ഞു വിഷം കുടിച്ചിട്ടും മരിച്ചില്ല, കാരണം അതിലും മായം കലത്തിയേക്കാണ്. വെള്ളം ഭക്ഷണം ഒന്നും കിട്ടൂലെങ്കിൽ കുറച്ച് മണ്ണ് വാരി തന്നേനി, അതും നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല. എല്ലാ സാധനവും വാങ്ങി. ഈ കൊല്ലം കിട്ടിയ മാതിരി ഒരു മഴ അടുത്ത കാലത്തൊന്നും നമ്മളെ നാട്ടിൽ കിട്ടിയിട്ടില്ല അല്ലേ? അത്ര അധികം മഴ കിട്ടിയില്ല. ഇപ്പോഴും മഴ പോയിട്ടില്ല. ഇന്ന് ഇവിടെ മഴ ചെയ്തോ? ചെയ്തോ? ഒരു മഗ്‌രിബിന്റെ നേരത്തെ ഇങ്ങനെ ഞാൻ നോക്കുമ്പോ മഴ എങ്ങനെ, അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചു എന്താ ഇപ്പൊ ഇന്ന് വേണ്ടത്. പ്രസംഗിക്കാനുള്ള സ്ഥലത്തേക്കൊക്കെ വിളിച്ചു നോക്കുമ്പോ അവിടെ മഴയില്ല. അപ്പൊ ഇന്നും ഒരു മഴ ഇഞ്ഞും പോയിട്ടില്ല. പക്ഷെ ഇക്കൊല്ലം എത്ര മഴ കിട്ടി. പക്ഷെ നമ്മളെ പുഴയിലേക്ക് നോക്ക്. ഞാൻ താമസിക്കുന്ന നിലമ്പൂർ മജ്മഅ എന്ന് പറഞ്ഞ ചാലിയാർ പുഴയാണ് ഞങ്ങൾ അതിര്. പക്ഷെ മലവെള്ളം ഒന്നായിട്ട് ഒഴുകി വരിക, ആ വന്ന വെള്ളം അങ്ങനെ തന്നെയാണ് പോവുക, പിന്നെ അവിടെ കാണാനില്ല. എന്തുകൊണ്ട്? നമ്മുടെ കൈകൾ ചെയ്തിരിക്കുന്ന അക്രമമാണ്. ഈ മഴവെള്ളത്തെ ഇവിടെ പിടിച്ചു നിർത്താൻ അല്ലാഹു തആല പുഴയിൽ സംവിധാനിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് മണല്. മണൽ എന്ന് പറഞ്ഞാൽ ഇതിന് 3 അട്ടിയാണ് മണല്. കണ്ടിട്ടില്ല നിങ്ങൾ? അത് നമ്മുടെ കയ്യിന്റെ ഇറച്ചി പോലെ. നമ്മൾ നോക്കാം, കയ്യുമെന്ന് തൊലി പൊളിഞ്ഞു പോയാൽ രണ്ടാമത് വരൂലേ? വരും. ഇറച്ചി പൊളിഞ്ഞു പോയാൽ കുറച്ച് താമസിച്ചാലും വരൂലേ? വരും. അത് രണ്ടും പോയി എല്ല് മാന്തിയാലോ പിന്നെ വരൂലേ? നിങ്ങൾക്ക് മനസ്സിലാവും? ഇത് തന്നെയാണ് പുഴയിലെ മണല്. പുഴയിൽ നിൽക്കുന്ന മണലിങ്ങനെ 3 അട്ടിയാണ്. മുകളിലെ മണല് മാത്രമേ എടുക്കുന്നുള്ളൂ, എന്നാ പതുക്കെ അടിയത്തത് മുകളിലേക്ക് വരും. നമുക്ക് എന്നും മണലും കിട്ടും, ബാക്കിയുള്ളത്. അതേ സമയത്ത് നമ്മൾ മുകളത്തത് കൊടുത്ത് അതിന്റെ അടിയത്തത് കൊടുത്ത് അതിന്റെ അടി. എന്താ കാരണം? നമ്മൾ മുകളിലുള്ള ഒന്നായിട്ട് മലവെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോ അതിന്റെ അടിയൊഴുക്ക് പിടിച്ചു നിർത്തി വെള്ളത്തെ അവിടെ തടഞ്ഞു നിർത്താൻ, അതാണ് മുകളിലെ മണലിന്റെ ജോലി. ആ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തെ ശുദ്ധീകരിക്കുക, അതാണ് രണ്ടാമത്തെ തട്ടിലുള്ള മണലിന്റെ ജോലി. അതാണ് പുഴവെള്ളം കുറച്ച് കഴിയുമ്പോഴേക്ക് കരങ്ങിയതുണ്ടാകും, തെളിയും. ആ 2 സംവിധാനവും കഴിഞ്ഞ് മൂന്നാമത്തത് പുതിയ വെള്ളത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തുക, അതാണ് അടിയിലെ പൂയി. ഇത് 3ഉം നമ്മൾ വാരിയില്ലേ? നമ്മളിത് 3ഉം വാരി. ഇനി പുഴയ്ക്ക് വെള്ളമാണ് വന്നാൽ ഒന്നായിട്ട് മാർബിൾമേൽ വെള്ളം വീണാലും നമ്മളെ പുഴയിൽ വെള്ളം വീണാലും ഇപ്പോൾ ഒരേ മാതിരി ചേമ്പിൻ്റെ അരിയിൽ വെള്ളം പാർന്ന മാതിരി ആണ് പോവുകയാണ്. 44 നദികളാണ് കേരളത്തിൽ ഒഴുകുന്നത്. എന്നിട്ട് കേരളത്തിന് വെള്ളക്ഷാമം എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? അപ്പൊ നമ്മള് ആരും എന്ത് ചെയ്യുന്നു, നാളേക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ എല്ലാം നമ്മൾ നഷ്ടപ്പെട്ടു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് ശുദ്ധമായ വായു കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, മറ്റുള്ളത് കിട്ടാതെ, എല്ലാറ്റിലും നമ്മുടെ അതിമോഹം കയറിക്കൂടിയപ്പോൾ
ഹറാമുകൾ വർദ്ധിക്കാൻ തുടങ്ങി. വർദ്ധിച്ച ഹറാമിന്റെ കാലത്ത് നിങ്ങളൊക്കെയുള്ള പണം ഹറാമിൽ തട്ടിയതാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമിൽ കുടുങ്ങിയതാണ്. ഈ ഹറാമ് കലർന്ന ഭക്ഷണവും പണവും കയ്യിലുണ്ടാകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ വരും. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിന് പോകണം. ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മിക്ക ആളുകളും ക്യാൻസർ രോഗികളായിട്ട്, ക്യാൻസർ രോഗിയെ കൊണ്ടുപോകുന്ന ആൾക്കാർ തിരുവനന്തപുരം RCCക്ക് പോവാൻ. അവിടെ പോയി നോക്കണ്ടേ സഹോദരങ്ങളെ, എന്തൊരു കഷ്ടപ്പാടാണ്, എന്തൊരു ദുരിതമാണ്. രോഗിയേക്കാൾ കഷ്ടപ്പെടണം കൂടെ പോയ ആൾക്കാർ. രോഗിക്ക് അഡ്മിഷൻ കിട്ടിയാൽ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും താമസിക്കാം. ഈ പുറത്ത് നിൽക്കുന്നവരെന്ത് ചെയ്യും? പണമില്ലാത്ത സാധുക്കൾ എവിടെ താമസിക്കും? ഒന്ന്, രോഗി അവിടെ എത്തി, ആ രോഗിക്ക് അഡ്മിറ്റ് കിട്ടാൻ 2 ദിവസം താമസമുണ്ട്, എവിടെ താമസിപ്പിക്കും? എത്ര പണം വേണം? ഈ ദുരിതത്തിന് ഒരു പരിഹാരം കാണാൻ 60ാം വാർഷികത്തോടു കൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും RCCയുടെയും മധ്യത്തിൽ നമ്മളിപ്പോൾ ഭൂമി വാങ്ങി അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ഇൻഷാ അല്ലാഹ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ചേർന്ന് തിരുവനന്തപുരത്ത് നമുക്ക് നമ്മുടെ സാന്ത്വനം ആസ്ഥാന മന്ദിരം ഇൻഷാ അല്ലാഹ്, അതാണ് നമ്മൾ അവിടെ പണി ആരംഭിച്ചിട്ടുള്ളത്. അള്ളാഹു എളുപ്പമാക്കി തെരുമാറാവട്ടെ. ഓ പ്രിയപ്പെട്ട SYSന്റെ പ്രവർത്തകരെ, നമുക്ക് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ 60ാം വാർഷികത്തിന്റെ ഭാഗമായി നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ യൂണിറ്റുകളിൽ ചെയ്യാൻ പഠിപ്പിച്ചത് ഗൈഡ് നമ്പർ 1 കഴിഞ്ഞു. ഗൈഡ് നമ്പർ 2 ഇപ്പൊ പ്രവർത്തകരുടെ കയ്യിലുള്ളത്. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നത്, സുന്നി വോയിസിന്റെ പ്രചാരണം മാത്രമല്ല, നമ്മുടെ ഓരോ സംഗതികളും 16ാമത്തെ വയസ്സിൽ പേരെടുത്ത് എഴുതാൻ തുടങ്ങിയിരിക്കുന്ന ആളാണ്. 94 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള സമസ്തയുടെ അധ്യക്ഷൻ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹുവെ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ഉസ്താദിന്റെ 16ാമത്തെ വയസ്സിൽ എഴുതാൻ തുടങ്ങിയ അറബിയിലും അറബി മലയാളത്തിലും അതേപോലെ തന്നെ മലയാളത്തിലും എഴുതിയിരിക്കുന്ന ഒട്ടേറെ ഗ്രന്ഥങ്ങളുണ്ട്, ചെറുതും വലുതും. അതെല്ലാം സമാഹരിച്ചുകൊണ്ടാണ് MA ഉസ്താദിന്റെ ആ പുസ്തകങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 60ാം വാർഷികത്തിന്റെ 60 പ്രസിദ്ധീകരണങ്ങളിൽ 3000 പേജുകൾ 3 വാള്യം. അതിന്റെ പരസ്യം നിങ്ങൾ സുന്നി വോയിസിലും സിറാജിലും ഒക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇവിടുത്തെ യൂണിറ്റ് പ്രവർത്തകർ ഇവിടുത്തെ ദർസുകളിൽ, കോളേജുകളിൽ, ഹൈസ്കൂളുകളിൽ, ലൈബ്രറികളിൽ, നമ്മുടെ വീടുകളിലെല്ലാം അതിന്റെ ഒരു കോപ്പി എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തകന്മാര് മുന്നോട്ട് വരണം. SYSന്റെ പ്രവർത്തകന്മാരെ, നമുക്ക് നാടിനീളെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഈ പ്രദേശത്ത് അവശത അനുഭവിക്കുന്ന ആളുകൾ, ഭക്ഷണത്തിന് തന്നെ ഗതിയില്ല, പിന്നെ അയാൾ എങ്ങനെ മരുന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഷേഖുന കാന്തപുരം ഉസ്താദ് കണ്ടില്ലേ, യതീം മക്കളെ ദത്തെടുത്തു, അവരെ പോറ്റി വളർത്തി, അവർക്ക് KG ക്ലാസ് മുതൽ PG വരെ വിദ്യാഭ്യാസം കൊടുത്തു, അവരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ വലിയ ഒരു വിപ്ലവം ആ രംഗത്ത് സൃഷ്ടിച്ചു. ആര് തന്നെ എന്തൊക്കെ പറഞ്ഞാലും യതീമായ മക്കളുടെ മാതാക്കൾ, യതീമായ മക്കൾ അവരുടെ കണ്ണീരിൽ കുതിർന്ന് ചാരിച്ച പ്രാർത്ഥനയില്ലേ, അത് മതി ഉസ്താദിന് രക്ഷപ്പെടാൻ. അള്ളാഹുവേ, ഉസ്താദിന് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, നമ്മളെ ചാനലിൽ നിന്നുകൊണ്ട് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകാനും പലരും ശ്രമിക്കും. നമുക്ക് ഉസ്താദിന്റെ വിശാല മനസ്സാണ് വേണ്ടത്. ഞാൻ മുമ്പൊരിക്കൽ നിങ്ങളോട് പറഞ്ഞില്ലേ, 10,000 സക്കാഫികൾ ഖുർആൻ ഹാഫിളുകളും അല്ലാത്തവരുമൊക്കെയായി പുറത്തിറങ്ങിയപ്പോ അപ്പുറത്തിരിക്കണ സാധുക്കളായ ആൾക്കാർക്ക് മൂല്യന്മാരില്ല. ഒരു കുടുങ്ങിക്കണോരോ എന്ന് പറഞ്ഞു ഉസ്താദിന്റെ അടുത്ത്. ഉസ്താദാണിച്ചാല് 10,000 ആൾക്കാർ നമുക്ക് സക്കാഫികളും മറ്റുമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആർക്കോ രണ്ടാക്കുന്ന അയക്കാണ് പോകാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നാ ഒരു പോയിക്കോട്ടല്ല, ഞങ്ങൾ പോയിക്കോളിയാണ് ഉസ്താദ്, ഓർക്ക് ഇല്ലായിട്ടല്ലേ കൊടുക്കാം. പക്ഷെ വേറെ സന്തോഷം ഉണ്ടായി. എന്താ നിങ്ങൾ 2 ആളെ അവർക്ക് കിട്ടിയപ്പോ ഒരു അല്ലാഹു അക്ബർ സ്വീകരിച്ചു. ഉസ്താദിന്റെ കുട്ടിയൊക്കെ സ്വീകരണം കിട്ടുക എന്ന് കണ്ടപ്പോ പിന്നെ ഉസ്താദ് എന്താക്കി,
എന്നാ 4 ആളെയും കൂടി അയച്ചു കൊടുക്കാന്ന്. അപ്പൊ ഒരു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാണ്. ഉളുഹിയത്തിനും കൂടി അത്തരം തക്ബീർ എഴുതിയിട്ടില്ല അവര്. നിങ്ങൾ വിചാരിച്ചപ്പോ ഇതൊന്നും ഒരു ഐഡിയ ഇല്ലാതെ പോണ സംഗതിയാണ്. നിങ്ങൾ ബെതുമ്പല്ലിയും ഇൻഷാ അല്ലാഹ് വരും സംഗതി. അങ്ങനെ നമ്മളിങ്ങനെ കൊടുത്ത് അതിനെ ഇല്ലാത്തവരെ സഹായിച്ച് ഉസ്താദിന്റെ മനസ്സങ്ങനെയാണല്ലോ, ഉള്ളതൊക്കെ കൊടുക്കണ മട്ടാണ്. അപ്പൊ അങ്ങനെ സഹായിച്ച് അങ്ങനെയാണ് പോയി. അതിലും ഒരു 40 ആലിമീങ്ങൾ സക്കാഫികളായി വന്നാൽ ആ സമസ്തയും സക്കാഫിയാവും, ഈ സമസ്തയും സക്കാഫിയാവും. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു റായത്താക്കട്ടെ. നിങ്ങൾ അതിന്റെ ഇടക്ക് അതിന്റെ ഇടയിൽ മുറത്തുകയറി കൊത്തിങ്ങാണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതപ്പ മനസ്സിലായെങ്കിൽ പിന്നെ പാപ്പങ്ങൾക്ക് ചോദിച്ചാണ്ടാവും എന്താ എന്നിട്ട് ഓല അങ്ങനത്തെ വർത്താനൊക്കെ പറയുന്നത്. അത് അയിൽക്കല്ലേ പോയിക്കണത്. ഇവിടെ നിന്നപ്പോ അവിടെ ചെന്ന് നോക്കുമ്പം വേറെ പലതുമാണ് കേൾക്കണത്. അപ്പൊ പോയി ഓടുമ്പോ ഉണ്ടാവുമല്ലോ ഒരു ചാരിയത് മണക്കരുത്. അത് നിങ്ങൾ അത്ര കാര്യാക്കണ്ട. ഇൻഷാ അല്ലാഹ് അതൊക്കെ റാഹത്തായിട്ട് വരും അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉസ്താദിന്റെ സേവനങ്ങളും ഉസ്താദിന്റെ പ്രവർത്തനങ്ങളും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അത് നമ്മൾ എല്ലാവരും കാണുന്നതല്ലേ. അപ്പൊ ഉസ്താദിന്റെ ആ വിശാല മനസ്ഥിതിയിൽ ഒരു ദീർഘദൃഷ്ടിയിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ ദീർഘദൃഷ്ടിയിൽ രണ്ടെണ്ണൊക്കെയാണ് കൊടുത്താല് എങ്ങനെ ആയിട്ട് അതിന് റെഡിയായി വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നല്ല സന്തോഷമായിട്ട് 2 സമസ്തയിലും സക്കാഫികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണതൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. അല്ലാഹ് പടച്ചോൻ ഖൈറ് തരട്ടെ. അതാണ് ഒരു ആമീനെങ്കിലും നിങ്ങൾ നല്ലത് പറഞ്ഞല്ലോ. അപ്പൊ അതന്നെ വേണ്ട. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതിന്റെ ഇടക്ക് നിങ്ങൾ ബേജാറാകല്ലേ. ഇതിങ്ങനെ നമ്മള് വെറും പൊറാട്ട 10 ചുട്ട് 9 ചെലവായി 1 പണിക്കാർ തിന്നു, ഈ കണക്ക് മാത്രം നിന്നാ പോരല്ലോ. അത് അതാത് ദിവസം കണക്ക് കിട്ടുന്നതാണ്. ഓംപ്ലേറ്റും നമ്മളെ പൊറാട്ടയൊക്കെ. വലിയൊരു ഫാക്ടറി തുടങ്ങിയാൽ ദിവസം കണക്ക് കിട്ടുമോ? വലിയൊരു വ്യവസായം തുടങ്ങിയാൽ ദിവസം കണക്ക് കിട്ടുമോ? അപ്പൊ അത് കുറച്ച് കാത്തു നിന്നിട്ട് അങ്ങനെയൊക്കെയല്ലേ ഇതിന്റെ സംഗതികൾ വരിക. അപ്പൊ നിങ്ങൾ വലുത് കണക്ക് കൂട്ടി ഇൻഷാ അല്ലാഹ് രണ്ടും ഇപ്പുറത്ത് 40 സക്കാഫികൾ അപ്പുറത്ത് 40 സക്കാഫികൾ അങ്ങനത്തെ ഒക്കെ കാലഘട്ടം വരും, സമയം അതൊന്നും അതിവിദൂരല്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് നല്ല സന്തോഷമായിട്ട് പോകാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന റൂട്ടിൽ ഔലിയാക്കൾ നമ്മെ നടത്തി. ആ ഔലിയാക്കൾ എല്ലാവരെയും സ്നേഹിച്ചും സന്തോഷിച്ചും എല്ലാവർക്കും ഇസ്ലാമിന്റെ സമാധാനം കാഴ്ചവെച്ചും അവര് ജീവിച്ചപ്പോൾ ഇന്നും കണ്ടില്ലേ. മമ്പുറത്ത് പോയാൽ, പുത്തമ്പള്ളിയിൽ പോയാൽ, ഉള്ളാർ ഷരീഫിൽ പോയാൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന സൗഹാർദ്ദം, ആ സ്നേഹം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോവുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. സ്നേഹത്തിലൂടെ സൗഹാർദ്ദത്തിലൂടെ എല്ലാ ആളുകൾക്കിടയിലും മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്ന ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ മർക്കസിന്റെ മുറ്റത്ത് നിങ്ങൾ പോയി നോക്കൂ. ഏതാണ് പണക്കാരന്റെ കുട്ടി, ഏതാണ് പണിക്കാരന്റെ കുട്ടി, ഏതാണ് മറ്റു സംസ്ഥാനത്തെ കുട്ടി തിരിച്ചറിയാൻ കഴിയാത്ത വിധം യതീമക്കളും പാവപ്പെട്ട മക്കളും പണക്കാരന്റെ കുട്ടികളുമൊക്കെ ഒരു പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ, ഒരു ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ, ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ് ഒരേ ഭക്ഷണം കഴിക്കുമ്പോൾ, പിന്നെയും ബോർഡിങ്ങിനെക്കാട്ടിലും നല്ല ഭക്ഷണം എവിടെയാണ്? യത്തീംഖാനിലെ. ബോർഡിങ്ങിലെ ഒരു കുട്ടി പറഞ്ഞില്ല, യത്തീംഖാനിൽ ദിവസം നെയ്ച്ചോറുണ്ടായപ്പം ബോർഡിങ്ങത്തെ ഒരു കുട്ടി പറഞ്ഞു ബാപ്പ മരിച്ചാ മതി തന്നെയാണ്. അത്ര നല്ല രീതിയിലാണ് അവിടെ ആരെ പോറ്റുന്നത്? യത്തീമക്കളെ പോറ്റുന്നത്. അതുകൊണ്ട് തന്നെ അബുൽ ഐതാം, യത്തീമക്കളെ പിതാവ് എന്ന് ആർക്ക് പേര് കിട്ടിയത്? എ.പി. ഉസ്താദിന് പേര് കിട്ടിയത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ആ സ്നേഹമുള്ള പ്രവർത്തനത്തിന്റെ ഉസ്താദിന്റെ മാതൃക അതിൽ നിൽക്കുക നമ്മളെല്ലാവരും. ഏതാളോടും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കാലത്തിനടക്ക് ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉസ്താദിന്റെ നാവ് കൊണ്ട് എപ്പോഴെങ്കിലും ശംസുലുലമയെ ഒന്ന് ചീത്ത പറഞ്ഞുകൊണ്ട്, വേറെ ഒരാളെ ഒരു ആക്ഷേപിച്ചുകൊണ്ട്? ഇല്ല, ഉസ്താദിന്റെ നാവിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. നമുക്ക് നന്മ പറയാൻ തന്നെ ഒട്ടേറെയുണ്ട്, ഖൈറ് പറയാൻ തന്നെ ഒട്ടേറെയുണ്ട്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് SSFന്റെ പ്രവർത്തകരോട്, SYSന്റെ പ്രവർത്തകരോട് നമുക്ക് നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ആദർശത്തിന് വേണ്ടി, നമ്മുടെ ആശയത്തിന് വേണ്ടി പുതിയ തലമുറക്ക് തെറ്റായ സന്ദേശങ്ങൾ ഈ ചുംബന മത്സരം കൊണ്ട് എന്താണ് പുതിയ തലമുറക്ക് കിട്ടുന്നത്? ഈ മുലയൂട്ട് മത്സരം കൊണ്ട് എന്താണ് കിട്ടുന്നത്? ഓ പ്രിയപ്പെട്ടവരെ, ബീവറേജിന്റെ ക്യൂവിൽ ആളുകൾ ഇങ്ങനെ വരിയായി നിൽക്കുന്നത് കാണുമ്പോൾ കൊച്ചു കുട്ടികൾ എന്താ മനസ്സിലാക്കേണ്ടത്? കള്ള് കുടിക്കാൻ പാടില്ല, പക്ഷെ പാടില്ലാത്ത കള്ള് ഇതല്ല. എന്തുകൊണ്ട്? ഈ ബീവറേജിന്റെ കള്ള് പാടില്ലാത്തതാണെങ്കിൽ മുസ്ലിം മന്ത്രിമാരും ഹിന്ദു മന്ത്രിമാരും ക്രിസ്ത്യൻ മന്ത്രിമാരും എല്ലാ മതത്തിന്റെ മന്ത്രിമാരും കൂടിയിട്ടല്ലേ ഈ കള്ള് ഷാപ്പ് തുറന്നത്? പാടില്ലാത്താണെങ്കിൽ ഒരു തുടങ്ങോ? ഇതാ ചെറിയ കുട്ടികൾ ആലോചിക്കണത്. ചെറിയ കുട്ടികൾ സ്കൂളും മദ്രസയും വിട്ടു പോകുമ്പോൾ വലിയോലൊക്കെ ഇങ്ങനെ വരിയായിട്ട് നിൽക്കാണ്. പാടില്ലാത്ത കള്ളുടിച്ചാനാണ് ഈ വലിയ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ വരിയിൽ നിൽക്കുവോ? ഇതാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. അപ്പൊ കുട്ടി വലുതായ ഓനും ആഗ്രഹിക്കാണ് ഞാനും പോയി നിൽക്കട്ടെ. ചെറിയ കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന സന്ദേശം, പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് മദ്രസകളിലൂടെ തന്നെ സുന്നി ബാലസംഘം രൂപീകരിച്ച് പ്രിയപ്പെട്ട SSFകാരെ നിങ്ങളുടെ അടുത്ത തലമുറക്ക് ദീനിന്റെ കൈമാറ്റം, അടുത്ത തലമുറക്ക് ആശയത്തിന്റെ കൈമാറ്റം. അതുകൊണ്ട് പുതിയ തലമുറക്ക് സംഘബോധമുണ്ടാകാൻ, മതബോധമുണ്ടാകാൻ, ആശയബോധമുണ്ടാകാൻ SBSലൂടെ നമുക്ക് അവരെ സംഘടിപ്പിച്ചെടുക്കണം. അങ്ങനെ SBSും SSFും SYSും ജംഇയ്യത്തുൽ മുഅല്ലിമീനും SMയും എല്ലാം കൂടി സമസ്ത എന്ന പണ്ഡിത സഭയുടെ നേതൃത്വം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ വരണം. അപ്പൊ നമുക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ യദുല്ലാഹി അലൽ ജമാഅ, സംഘശക്തിക്കാണ് ബറക്കത്തെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് എല്ലാവർക്കും അഹ്ലുസുന്ന വൽ ജമാഅക്ക് വേണ്ടി കൈകോർത്ത് നിൽക്കാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ വന്നിട്ട് കുറെ നേരായി. ഞാനാണെങ്കിൽ രണ്ടാമത്തെ വഅദുവാണ്. ഒരു 10 ദിക്ർ ചൊല്ലിയിട്ട് ദ്വാരക്കല്ലേ നമുക്ക് എല്ലാവരും